സെക്കൻഡ് ചാൻസ് ലൈഫിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന എത്ര വലിയ ചിന്തകളായിക്കോട്ടെ, വേണ്ടപ്പെട്ട ബന്ധമായിക്കോട്ടെ, നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ നോവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് നിങ്ങൾ സെക്കൻഡ് ചാൻസ് കൊടുക്കരുത്. ഇങ്ങനെ ആലോചിക്കും, ഈശ്വര 8ന്റെ ഒരു പണി കിട്ടി, ഇനി എങ്ങനെ ഒന്നുകൂടെ വിശ്വസിക്കും? അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. എടാ, നമുക്ക് ആ ആളിൽ നിന്നൊരു അനുഭവം കിട്ടി, അപ്പം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് സെക്കൻഡ് ചാൻസ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും. എടാ ശരിയാ, തെറ്റാർക്കും പറ്റാം. പക്ഷെ രണ്ടാമതും അത് തന്നെ സെയിം മിസ്റ്റേക്ക് തന്നെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്വഭാവമാണ്. അതിന് നമ്മൾ സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ട് കാര്യമില്ല. അതായത് അവർ ആ സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നില്ല. നമ്മളടുത്ത് എത്ര കാണിച്ചിട്ടും അത് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അനുഗ്രഹീതമായ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ ക്ഷമിച്ചിട്ട് പിന്നെ നമുക്ക് തന്നെ അത് വേദനയായിട്ട് മാറരുത്. സെയിം മിസ്റ്റേക്ക് തന്നെ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അത്രയും നമ്മളെ വേദനിപ്പിച്ച് നമ്മൾ എത്ര ചാൻസ് കൊടുത്താലും നന്നാവാനൊരു അവസരം കൊടുത്തിട്ട് പോലും നന്നാവാത്ത ആൾക്കാരുണ്ട്. സ്വയം നിങ്ങളെ തന്നെ നോവിക്കുവാണ്. ദൈവമായിട്ട് ഒരാളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ട്രസ്റ്റ് ദ എക്സിസ്റ്റ് എന്നാണ് പറയുക. നിങ്ങളുടെ വിശ്വാസത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവരുത്. നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ പ്രസൻസ് ലൈഫിൽ വേണം എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റി നിങ്ങൾ അതിന് സെക്കൻഡ് ചാൻസ് കൊടുത്ത് അത് റിയലൈസ് ചെയ്ത് മനസ്സിലാക്കി ഇനി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവളല്ലേ അവൻ നിൽക്കില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ മാറുന്നവരുണ്ടോ. രണ്ടാമത് കഴിഞ്ഞ് മൂന്നാമതൊരു അവസരം കൂടെ കൊടുക്കാം. ചിലപ്പോൾ നന്നായാലോ, ചിലപ്പോൾ നാലാമതൊന്നുകൂടെ കൊടുക്കാം, നന്നായാലോ. ഇങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൃദയം മോങ്ങി കുത്തി നിങ്ങൾ തന്നെ ഇല്ലാതാവാത്തതേ ഉള്ളൂ. തിങ്ക്.